അസ്സലാമലൈക്കും. പാതിരാത്രി ഒരു ചിക്കൻ റോസ്റ്റും ഗീ റൈസും കഴിക്കാൻ താല്പര്യം തോന്നി സാധനങ്ങളും മേടിച്ച് കിച്ചൻ്റെ അകത്ത് കയറി സവാള കട്ട് ചെയ്ത് ചട്ടി ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായതിന് ശേഷം വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്തു. അണ്ടിപ്പരിപ്പും സവാളയും വറുത്ത് മാറ്റി. ആ വറുത്ത ഓയിലിലേക്കാണ് ചെറുതാക്കി നുറുക്കി വെച്ച സവാളയും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത്. സവാളയും ക്യാരറ്റും നല്ല രീതിക്ക് വഴന്നതിന് ശേഷം നമുക്ക് ചോറിന് ആവശ്യമായ എല്ലാ സ്പൈസസുകളും ഇട്ട് കൊടുത്തു. സ്പൈസസുകളെല്ലാം നല്ല രീതിക്ക് ചൂടായപ്പോൾ ചോറിന് ആവശ്യമായ വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയൊരു നാരങ്ങയുടെ പീസും ഇട്ട് കൊടുത്ത് ചോറിനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം അരി ആവശ്യത്തിനുള്ള അരി കഴുകി റെഡിയായി വന്നപ്പോഴേക്കും ചോറിനുള്ള വെള്ളം നല്ല രീതിക്ക് തിളച്ചു. ചോറിട്ട് കൊടുത്ത് ഇളക്കി വേവിച്ചു. ചോറ് നല്ല രീതിക്ക് വെന്ത് സെറ്റായപ്പോൾ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവാളയും ഇട്ട് കൊടുത്തു. പിന്നീട് ചിക്കൻ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ചിക്കൻ്റെ തൊലിയെല്ലാം പൊളിച്ച് സെറ്റാക്കി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഉപ്പിട്ട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. ഓരോ പീസുകളായിട്ട് ക്ലീൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനൊക്കെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നല്ല രീതിക്ക് മാഗ്നേറ്റ് ചെയ്തു. പിന്നെ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ പൊരിക്കാനായിട്ട് ഇട്ടു. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു സാലഡ് മേക്ക് ചെയ്യാം. ചെറിയതായിട്ട് അരിഞ്ഞ കുക്കുംബർ, സവാള, ക്യാരറ്റ്, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള യോഗട്ടും ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കി സലാഡ് മേക്ക് ചെയ്തു. പിന്നീട് പൊരിച്ച ചിക്കനെല്ലാം മാറ്റി വെച്ചു. പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പുതിനയില എല്ലാം റെഡിയാക്കി പൊരിച്ച ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തു. ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിക്ക് സവാള വഴന്നതിന് ശേഷം മാത്രമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് നല്ല രീതിക്ക് റോസ്റ്റ് ആയതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്തു. പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ നല്ല രീതിക്കൊന്ന് മുരിച്ചെടുത്തു. ആ മസാലയിൽ നല്ല രീതിക്ക് മുരിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മൂടി വേവിച്ചു. എണ്ണ തെളിഞ്ഞ് വന്ന വരെ വേവിച്ചു. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ അവസാനത്തെ ഔട്ട്ലുക്ക്. ചെറിയൊരു പരിപ്പ് കറി ഉണ്ടാക്കിയായിരുന്നു നമുക്ക് ചോറിന് വേണ്ടി. പിന്നെ ചോറും പരിപ്പ് കറിയും സലാഡും അച്ചാറും ഒക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മാഷാ അല്ലാഹ്. പിന്നെ നല്ല രീതിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റിയായുള്ള ഭക്ഷണമായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അസ്സലാം.